ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും മാത്സ് എക്സാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മാത്സ് എക്സാം? ഈസി ആയിരുന്നു, മീഡിയം ആയിരുന്നു, ടഫ് ആണെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ പറയുക. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ആക്ച്വലി നിങ്ങളുടെ മാത്സ് എക്സാം കഴിയുന്നതിന് മുൻപ് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ജെനുവിൻലി അറിയില്ല നിങ്ങളുടെ എക്സാം എങ്ങനെ പോയി എന്നുള്ള കാര്യം. എന്തൊക്കെയാണെങ്കിലും, ഈസി ആണെങ്കിലും മീഡിയം ആണെങ്കിലും ടഫ് ആണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിസിക്സ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സാം ആണ്. ഈ എക്സാംസ് തമ്മിൽ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാത്സ് നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് എന്താ ഫിസിക്സ് ഒക്കെ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരിക്കലും എല്ലാ സബ്ജക്ട്സും ഒരേപോലെ ടഫായിട്ട് വരില്ല. ചില സബ്ജക്റ്റ് ടഫ് ആണെങ്കിൽ ഫിസിക്സ് ഒക്കെ മറ്റുള്ള സബ്ജക്ട്സ് ഈസി ആയിട്ടാണ് വരിക. ഇനി മാത്സ് ഈസി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ടഫായിട്ടായിരിക്കും വരിക. അപ്പം ടഫായെങ്കിൽ ഡോണ്ട് ഗിവ് അപ്പ് യുവർ ഹോപ്സ്. ഈ പരീക്ഷ ഇനി വരുന്ന പരീക്ഷ ഈസി ആയിരിക്കും. ഈസി ആയിരുന്നെങ്കിൽ നന്നായി പഠിക്കണം, കാരണം മിക്കവാറും ടഫായി വരാൻ ചാൻസ് ഉണ്ട്. ഇനി എങ്ങനെ വന്നാലും എങ്ങനെ ഫുൾ മാർക്ക്, ഈ ഫുൾ മാർക്കും പോട്ടെ, നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് ഒരു മിനിമം ഒരു 30-40% മുകളിലേക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. സ്റ്റഡി പ്ലാനിൽ കിടക്കുന്നതിന് മുമ്പ് വെയിറ്റേജ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഏറ്റവും ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് പഠിച്ചില്ലെങ്കിൽ പണി പാടും. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ മോഷൻ ഓഫ് പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, ഫ്ലൂയിഡ്സ്, ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം മൊത്തത്തിൽ 11, 12, 22, 32 മാർക്കിനാണ് ചോദ്യം വന്നത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് പകുതി മാർക്ക് നിങ്ങൾക്ക് ആയിട്ടുണ്ട്. പിന്നെ വെയിറ്റേജ് നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് വരുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മോഷൻ സ്ട്രേറ്റ് ലൈൻ മഞ്ഞ കളർ കൊടുത്താണ്, റൊട്ടേഷൻ, ഗ്രാവിറ്റേഷൻ. സാമാന്യം റിലേറ്റീവ്ലി നോക്കുന്ന വെയിറ്റേജ് കുറവ് വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ തെർമൽ പ്രോപ്പർട്ടീസ്, സോളിഡ്സ്, തെർമോഡൈനാമിക്സ് അവസാനത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് മാത്രം ക്രിസ്മസ് എക്സാമിൽ വെയിറ്റേജ് കുറവാണ്. പിന്നെ വർക്ക് എനർജി പവർ സാധാരണ നമ്മൾ ഇങ്ങനെ ഇത്രയും വെയിറ്റേജ് കുറവായിട്ട് കാണാറില്ല. അപ്പോൾ ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 5 മാർക്കിന് കഴിഞ്ഞ വർഷം വന്നെങ്കിലും നമുക്കൊരു 6-7 മാർക്കിന് ഈ വർഷം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഓവർ പഠിക്കാൻ ഇരിക്കാൻ ഉള്ളൊരു ചാപ്റ്റർ അല്ല, അത് പഠിക്കേണ്ട ചാപ്റ്റർ തന്നെയാണ്. എങ്കിലും വെയിറ്റേജ് കഴിഞ്ഞ വർഷം കുറവാണ് എന്ന് തന്നെയാണ് സത്യം. അപ്പം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഓൾറെഡി പഠിച്ചില്ലെങ്കിൽ മേ ബി തെർമോഡൈനാമിക്സും തെർമൽ പ്രോപ്പർട്ടീസും വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓൾറെഡി തീരെ പഠിക്കാത്തവരാണെങ്കിൽ മേ ബി സോളിഡ്സും കൂടി അവോയ്ഡ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം തന്നെയാണ് നിർദ്ദേശം. ഓക്കെ, ഈ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്? വി ഹാവ് 3 days. അതിലൊരു ഡേ ഓൾറെഡി കഴിഞ്ഞു, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഡേ 1 നമ്മൾ ഓൾറെഡി ടേം 1 പോർഷൻസ് പഠിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവ് കാണാത്തവരാണ് തീർച്ചയായും കാണുക. കാരണം ആ ഡേ 1 ടേം 1 പോർഷൻസ് എന്ന് പറഞ്ഞാൽ 41ഓളം മാർക്ക് ആ ഒരു ലൈവ് നിന്നാണ്. ഈ ചാപ്റ്റേഴ്സിന് വെയിറ്റേജ് നിങ്ങൾ നോക്കിയാൽ നിങ്ങളെ പേപ്പറിൽ 41 മാർക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് നിന്നാണ് വരാൻ പോകുന്നത്, വെറും 5 ചാപ്റ്റേഴ്സിന്. ഇതിന് ലൈവ് ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി 55K വ്യൂവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി കാണാം. ഓക്കെ, ഇത് എപ്പോഴാണ് കാണുക? ഇത് ഇന്ന് വൈകുന്നേരം കാണാൻ നിൽക്കണ്ട, കാരണം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നമ്മൾ ഡേ 2ലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ 6 ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിലെ പോർഷൻസ്, അതായത് ടേം 1 കഴിഞ്ഞാൽ ടേം 2 പോർഷൻസ് ആയിരിക്കും കൊടുക്കുക. പക്ഷേ ഇതിൽ ചേർത്താലും 36, ഇതെല്ലാം കൂടി ചേർത്താലും 37 മാർക്ക് വരുള്ളൂ. കാരണം ഇതിൽ ലോ വെയിറ്റേജ് ഉള്ള കുറച്ച് ചാപ്റ്റേഴ്സ്, തെർമോഡൈനാമിക്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, സോളിഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ടോട്ടൽ കൂട്ടിയാലും ഇത്രേ വരുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? ഇത് പഠിക്കേണ്ടതാണ്? അല്ല, ഇത് തീർച്ചയായും പഠിക്കണം. കാരണം പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് സെറ്റ് എന്നാണ്, മനസ്സിലായി? അപ്പൊ പഠിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് വൈകുന്നേരം ഇതിരുന്ന് പഠിക്കുക. നാളെ രാവിലെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കഴിഞ്ഞ ദിവസം മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക. ഈ ചാപ്റ്റർ ലൈവ് എടുത്ത് വെച്ചിട്ട് പഠിക്കുക. മിസ് ആയിട്ടില്ല, ഇത് നേരത്തെ ലൈവിൽ കണ്ടവരാണ്, അത് റിവൈസ് ചെയ്യുക. കാരണം പല കാര്യങ്ങളും മറന്നു വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഡെറിവേഷനൊക്കെ. ഇതാണ് നിങ്ങൾ ഇന്നും നാളെ ഇത് ചെയ്യേണ്ടത്. ഓക്കെ, നാളെ വൈകുന്നേരം, നാളെ വൈകുന്നേരം വരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 ഒക്കെ വെറുതെ എണ്ണം കൊടുത്താണ്, അതിൽ കൂടുതൽ നമ്മൾ ചെയ്യും. എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസിൽ ഡെറിവേഷൻ ഉണ്ടാവില്ല. കാരണം ഡെറിവേഷൻ ഇന്നും നമ്മൾ ഈ 2 ലൈവിലായിട്ട് ഡെറിവേഷൻ കംപ്ലീറ്റ് തീർക്കും, മനസ്സിലായി? ഇമ്പോർട്ടൻ്റ് എല്ലാ രീതിയിലും ഡെറിവേഷൻ മാത്രമല്ല, ഡെഫിനിഷൻസും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളോട് തീർക്കും. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ലൈവുകളും ഡേ 1ഉം ഡേ 2ഉം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ലൈവിൽ വരാൻ വേണ്ടി. എന്നാലും നിങ്ങൾക്ക് ശരിക്കും ഉപയോഗം ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണല്ലോ? റെഡി? ഈ പ്ലാൻ ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ +2 കുട്ടികൾ പഠിപ്പിച്ചത്. പരീക്ഷ കുറച്ച് ടഫായിട്ട് തന്നെയാണ് വന്നത്, പക്ഷേ എക്സാമിനർ തൂക്കി. വീഡിയോ പ്രൂഫ് ഇട്ടുണ്ട്, പോയി കണ്ടു നോക്കി. ഓരോ ക്വസ്റ്റിനും സ്ക്രീൻഷോട്ട് പഠിച്ച് കാണിച്ചിട്ടുണ്ട്. എക്സാമിനർ ക്ലാസ് എന്നാണ്, അത് 3 ദിവസം എടുത്ത ക്ലാസ്, അവിടെ 3 ദിവസമായിരുന്നു. കൃത്യമായി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവും. മോർണിംഗ് ബൂസ്റ്ററിൽ മൈൻഡ് മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ആയിരിക്കും. മോർണിംഗ് ബൂസ്റ്ററിൽ ഈ മൈൻഡ് മാപ്പ് വെച്ചിട്ട് നമ്മൾ ഫുൾ കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതായിരിക്കും. ഫോർമുല, തിയറി എല്ലാം റിവൈസ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ഡെറിവേഷൻസ് റിവൈസ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ്, പകുതിയോളം മാർക്സ് ഡെറിവേഷൻസ് ആണ് വരിക. അപ്പോൾ പഠിച്ചേ പറ്റുള്ളൂ. റിവൈസ് ചെയ്യുന്നതായിരിക്കും മോർണിംഗ് ബൂസ്റ്ററിൽ. പക്ഷെ അതൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ ഉപയോഗം ഉണ്ടാവുള്ളൂ. രാവിലെ മുതൽ പഠിക്കാൻ വിചാരിച്ചാൽ +1 നടക്കില്ല കേട്ടോ, 10ാം ക്ലാസ് പോലെയല്ല. ഇനി ഓൾറെഡി ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തവരാണെങ്കിൽ, നിങ്ങൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഓൾ ഡെറിവേഷൻസ്, അതായത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഡെറിവേഷൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ലൈവിൽ എടുക്കുമ്പോൾ, ചാപ്റ്റർ എടുക്കുന്ന സമയത്ത്, ഡേ 1 ഡേ 2 എടുക്കുന്ന സമയത്ത്, ഇന്ന് എടുക്കുമ്പോഴും എല്ലാ ഡെറിവേഷൻ ചേർക്കും ഇല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് എടുക്കുള്ളൂ. പരീക്ഷയിൽ വരാൻ വളരെയധികം ചാൻസ് ഉള്ള ഡെറിവേഷൻസ് ആയിരിക്കും നമ്മൾ ലൈവുകളിൽ ചേർക്കാൻ പോകുന്നത്. ഇനി എല്ലാ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കണം. ഈ ഒരു ലൈവ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു 7 മണിക്കൂറിൻ്റെ ഞാനിങ്ങനെ ചുണ്ട് കൊത്തിയിട്ടുള്ള സാധനം കാണാൻ പറ്റും. കുത്തിരുന്ന് കാണാം. എല്ലാ ഡെറിവേഷനോടെ ഉണ്ട്. പിന്നെ ഡെറിവേഷൻ പഠിപ്പിച്ചില്ല വേണ്ട.
പിന്നെ മറ്റൊരു കാര്യം, പ്രോപ്പറായിട്ടൊരു പഠനം പബ്ലിക് എക്സാം ആവശ്യമുണ്ട്. ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് നമുക്ക് അവിടെ പഠിക്കാം. ഈ തട്ടിക്കൂട്ട് അവസാനത്തെ പരിപാടിയൊന്നും അവിടെ നടക്കില്ല. എന്തായാലും ലെവൽ മുകളിലേക്ക് വരുള്ളൂ. കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടാവും, നന്നായി പഠിക്കണം, എന്നാലേ +1 പബ്ലിക് എക്സാം നല്ല മാർക്ക് കിട്ടുള്ളൂ. ജോയിൻ ചെയ്യാം. ഈ സ്റ്റഡി മെറ്റീരിയൽ കിട്ടുന്നതായിരിക്കും. December 20th മുൻപ് ജോയിൻ ചെയ്യുന്നവർക്ക് സ്റ്റഡി മെറ്റീരിയൽ ഫ്രീ ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു ഓഫറും ഉണ്ട്, അറിയാലോ. +2 ഇയർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. 1 രൂപ പോലും നിങ്ങൾ പൈസ അടയ്ക്കേണ്ട. അപ്പോൾ ആ ഒരു ഓഫർ വേണമെങ്കിൽ ഉപയോഗിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ റെഡി എന്ന് പറയാം. വൈകുന്നേരം 6 മണിക്ക് നമുക്ക് കാണാം, നമുക്ക് സെറ്റ് ആക്കാം മക്കളെ. എല്ലാ രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. ആ സപ്പോർട്ട് 100% എഫക്റ്റീവ് ആയിരിക്കും. പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ലൈവിൽ വൈകുന്നേരം ഉണ്ടാവുമെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ടുവരിക, നമുക്ക് തകർക്കാം. കൂടുതലൊന്നും പറയുന്നില്ല, പഠിച്ചു തുടങ്ങാം.